എസ് രാജേന്ദ്രന്റെ ഭാര്യ വിധവാ പെൻഷൻ വാങ്ങേണ്ടി വരുമെന്നാണ് മണിയാശൻ എന്ന് പറയുന്ന മണി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കുറച്ച് കടന്ന കൈപ്രയോഗമാണ്. പേടിക്കുന്നുണ്ട് ശരിക്കും എസ് രാജേന്ദ്രന്റെ BJP പ്രവേശത്തെ. തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ മണിയുടെ പ്രസ്താവന കാണുമ്പോൾ രണ്ട് കാര്യം ഓർമ്മ തന്നെ. ഒന്ന്, പണ്ട് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലിട്ടൊരു ഫോട്ടോ ഉണ്ട്. ഒരു ഡാമിൽ വെള്ളം നിറഞ്ഞ് നിങ്ങൾ നോക്കി ചാരിതാർത്ഥ്യത്തോട് നിൽക്കുന്നു. അത് വല്ലാത്ത അറം പറ്റിയ ഫോട്ടോ ആയിപ്പോയി. കേരളം മുഴുവൻ മുങ്ങിപ്പോയി പിന്നീട്. അപ്പോൾ പിന്നെ മുഴുവൻ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ദ്രൻസിൻ്റെ ആട് സിനിമയുടെ റോളാണ്. അത് അദ്ദേഹത്തിൻ്റെ അത് മണിയെ വെച്ചിട്ട് തന്നെ ചെയ്ത ഒരു കോമഡി റോളായിരുന്നു. എന്തായാലും ഇടുക്കി ജില്ല അതിനകത്ത് നോക്കുകയാണെങ്കിൽ ജില്ലയുടെ മൊത്തത്തിൽ വിപ്ലവ ഭരണം അതിനകത്തെ PP എന്തോ അത് PP ശശിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കഥാപാത്രമാണ് ഇന്ദ്രൻസിൻ്റെ. അദ്ദേഹമാണ് മലയോരത്തിൻ്റെ വിപ്ലവ സിംഹം എന്ന് പറയണ ഈ ശൈലിയിലാണ് മണിയുടെ പലപ്പോഴുള്ള പെരുമാറ്റം. അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്നത്. നാടൻ ഭാഷയുണ്ട്, അത് വേറെ, അത് പോട്ടെ, നമുക്ക് നിഷ്കളങ്കരായ നാടൻ മനുഷ്യരുടെ ഭാഷ എന്ന് നോക്കണം പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇത്ര പേരെ കൊന്നു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറയണത്. അതിനുശേഷം ഇനിയിപ്പം രാഷ്ട്രീയമായിട്ട് എതിർവശത്ത് നിൽക്കുന്ന ആളുടെ ഭാര്യ വിധവാ പെൻഷൻ മേടിക്കും എന്നൊക്കെ പറയുന്ന ആക്രോശത്തിലേക്ക് പോകുന്നത് ലക്ഷണം വേറെയാണ്. അതിന് രണ്ട് കാര്യമുള്ളത്. ഒന്ന്, എതിരാളികളെ ഭയപ്പെടുത്തി ഒതുക്കി നിർത്തുന്ന, ഭയപ്പെടുത്താൻ വേണ്ടി വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയ ശൈലി ഇടുക്കിയിൽ CPM പിന്തുടർന്നതിൻ്റെയും അത് മണിയുടെ നേതൃത്വത്തിൽ എങ്ങനെ പോയിരുന്നു എന്നുള്ളതിൻ്റെയും ഒരു സൂചനയാണെങ്കിൽ, രണ്ടാമത്തേത് CPMഉം മണിയും ഭയക്കുന്ന പരാജയത്തിൻ്റെ സൂചനയും കൂടിയാണ്. കാരണം എസ് രാജേന്ദ്രൻ എന്നൊരു വ്യക്തിയെ മണിയും CPMഉം ഭയപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വേറൊന്നുമല്ല, എസ് രാജേന്ദ്രന് CPMൻ്റെ വിന്നിങ് ഫോർമുല അറിയാം, അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ജയിക്കാനുള്ള ഫോർമുല അറിയാം. പ്രത്യേകിച്ച് ദേവികുളം മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് 3 തവണ MLA ആയാളാണ് രാജേന്ദ്രൻ. അദ്ദേഹത്തിന് വലിയ തോതിൽ 51% വരെ വോട്ട്, 50% വോട്ട് 2 തവണ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ 50% വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കൂടെ പിന്നുള്ള 50% കിട്ടുന്നു. അപ്പോൾ അവിടെ കഴിഞ്ഞ 3 ഇലക്ഷനിലും എതിർവശത്ത് UDF ഉണ്ട്, അതുപോലെ NDA ഉണ്ട്, ഒരു തവണ AIDMK ഉണ്ടായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ എതിർവശത്ത് എസ് രാജേന്ദ്രൻ എന്ന ഒരാൾ CPMന് 50% വോട്ട് മേടിച്ച് മലയോര മേഖലയിലെ ഒരു മണ്ഡലത്തിൽ ഒരു ഉറച്ച മണ്ഡലം നിലനിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉറച്ച മണ്ഡലം നിലനിർത്തുന്നു എന്നുള്ള ഘടകമാണ് CPMന് പ്രശ്നം പോണേ. അതുണ്ടാവില്ല. എസ് രാജേന്ദ്രൻ വിചാരിച്ചാൽ അവിടെ CPM പരാജയപ്പെടും. എന്നാൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായിരുന്നില്ലേ ശ്രമിക്കേണ്ടത്? ഇതിപ്പോൾ അദ്ദേഹത്തെ മറുകണ്ഠം ചാടിക്കുന്ന അനുനയത്തിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കാണും. അതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയത്തിന് അവിടെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചു നമുക്ക് വ്യക്തമല്ല. പക്ഷേ സാധാരണഗതിയിൽ ഇതെല്ലാം അനുനയത്തിൽ നിൽക്കേണ്ടതാണ്. അത് നിൽക്കാത്ത ഘട്ടത്തിൽ പോയെങ്കിൽ അതിനർത്ഥം അനുനയത്തിൻ്റെ കാലമല്ല, അവിടെ കഴിഞ്ഞുപോയി. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്ന് തന്നെയാണ്. അതിനും മാത്രം പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടി കാണും. അതായത് പല രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് കേഡർ സംവിധാനമുള്ള പാർട്ടികളിൽ, പ്രത്യേകിച്ച് CPMൽ ഓക്കെ, അവർക്ക് വിജയ ഫോർമുലയ്ക്ക് വേണ്ടുന്ന ആൾക്കാരെ അവിടെ വേണം. പക്ഷേ എത്ര വലിയ നേതാവിനെയും ഒതുക്കാനുള്ളൊരു സംവിധാനവും അവർക്കുണ്ട്. അപ്പോൾ അവിടെ ഒരു ഭാഷ ഇതാണ്. ഓക്കെ, എല്ലാവരും ഓരോരുത്തരും ഓരോ വ്യക്തിയും പാർട്ടിയുടെ ടൂൾ മാത്രമാണ്, അല്ലെങ്കിൽ പാർട്ടി വളർത്തിയ ആൾക്കാരാണ്. നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങളൊപ്പം ആരുമില്ല എന്നൊരു മെസ്സേജ് കൊടുക്കാനേ അവർ നോക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് പാർട്ടി ഒരു നേതാവിനെ വളർത്തുന്ന ഒപ്പം തന്നെ ഒതുക്കുകയും ചെയ്യും. വളർത്തലിനൊപ്പം ഒതുക്കിയാൽ മാത്രമേ പാർട്ടിയായിട്ടും ഐസൊലേറ്റഡ് വ്യക്തിയായിട്ടും നിൽക്കാൻ പറ്റുള്ളൂ. CPMൻ്റെ കേഡർ സ്വഭാവം അങ്ങനെയാണ്. ഒരേ സമയം വളർത്തും, ഒപ്പം തന്നെ ഒതുക്കും. അതുകൊണ്ട് തന്നെ CPMനെ പിളർത്തി ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേറൊരാൾക്ക് പറ്റരുത് എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ മെസ്സേജ്. ഇതിനെ അതിജീവിച്ച ആൾക്കാരുണ്ട്. ഉദാഹരണം MV രാഘവൻ. ഇതിനെയൊക്കെ അതിജീവിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ അപൂർവം ചിലരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയാനില്ല. പക്ഷേ പിളർത്തിയ ആളുകളെയൊക്കെ CPM ഈ പറയുന്ന രീതിയിൽ നേരിടുകയും മണി പറയുന്ന ഈ ഒരു ആക്രോശത്തെ വെറുതെ സാധാരണ പറയുന്ന പോലെ തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം, തള്ളിക്കളയാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് മണിയും മറുവശത്ത് എസ് രാജേന്ദ്രനുമാണെന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. കാരണം എസ് രാജേന്ദ്രന് സ്റ്റഫില്ലെങ്കിൽ മണി ഇത് പറയേണ്ട ആവശ്യമില്ല. CPMന് എസ് രാജേന്ദ്രൻ ഭീഷണിയാണെങ്കിൽ മാത്രമല്ലേ മണി ഇതൊക്കെ പറയേണ്ട ആവശ്യമുള്ളൂ. ഭീഷണി തന്നെയാണ്, അതിലൊരു സംശയമില്ല. മണി ഇത് പറയുമ്പം ആ ഭാഷ അക്രമത്തിൻ്റെയാണ്. അത് പോസിബിളി
പഴയ ചരിത്രം വെച്ചിട്ട് അക്രമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? പക്ഷേ അതൊക്കെ എം എം മണിക്ക് പറയേണ്ടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന 2-3 മാസം നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ CPM അവിടെ പരാജയപ്പെട്ടെന്ന് വരും എന്ന് മാത്രമല്ല, അവിടെ എസ് രാജേന്ദ്രൻ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു എന്നും വരും. ഇങ്ങനൊരു ഫാക്റ്റും കൂടി അവിടെ നിൽപ്പുണ്ട്. ഇതും ഭയപ്പെട്ടിട്ടാണ് എം എം മണി ഇത് പറയുന്നത്. എം എം മണിയുടെ സ്വന്തം ജില്ലയാണ്, അദ്ദേഹം കയ്യിൽ അടക്കി പിടിച്ചേക്കണ എം എം മണിക്ക് ഏറ്റവും കൂടുതൽ, പുള്ളി അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. CPMന് പോലും എം എം മണിയെ നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം ആ ജില്ല അദ്ദേഹത്തിന് അത്ര സ്വാധീനമുള്ളതാണ്. അങ്ങനെ ജില്ലയിൽ CPMൻ്റെ ശക്തി കേന്ദ്രം 50% മുകളിൽ വോട്ട് CPM മേടിക്കുന്ന ഒരു സ്ഥലത്ത് CPM പരാജയപ്പെട്ടാൽ ചോദ്യമാണ്. പിന്നെ CPMന് കേരളത്തിൽ ഏത് മണ്ഡലത്തിലാണ് ഗ്യാരണ്ടി പറയാൻ പറ്റും? 50% മുകളിൽ വോട്ട് കിട്ടുന്ന ഒരു സ്ഥലം പരാജയപ്പെട്ടു നോക്കി. ബാക്കി പിന്നെയുള്ള 50%-ൻ്റെ 49% ബാക്കിയുള്ളൂ. അതെല്ലാം കൂടെ ചേർത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത്രയ്ക്ക് ഉറച്ച ഒരു സ്ഥലത്തെ CPM മണ്ഡലം അല്ലാണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണ് രാജേന്ദ്രൻ. അപ്പോൾ സത്യത്തിൽ സാർ പറയുമ്പോൾ നേരെ തിരിച്ചും പറഞ്ഞൂടെ, എം എം മണിക്ക് അത്രത്തോളം സ്വാധീനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി അർത്ഥമാക്കുന്നില്ലേ? ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് അയാൾ എത്ര ഉയരത്തിലാണോ അത്ര അദ്ദേഹത്തിന് താഴെയുള്ളവരും കൂടെ കൂട്ടിയിട്ടാണ് സ്വാധീനം. അതായത് അദ്ദേഹത്തിൻ്റെ അണികളായിട്ട് ഏറ്റവും ഉറച്ച ഒരാൾ രാജാവായിട്ടിരിക്കുമ്പം സൈന്യാധിപന്മാരില്ലെങ്കിൽ മന്ത്രിമാരില്ലെങ്കിൽ രാജാവിന് കാര്യമില്ല, അല്ലേ? മുഖ്യ സൈന്യാധിപന് കീഴിൽ ഉപസൈന്യാധിപന്മാരില്ലെങ്കിൽ കാര്യമില്ല. ഒറ്റയാളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ അണികൾ ഒരു സൈന്യാധിപനെ പോലെ അല്ലെ ഒരു ഉപസൈന്യാധിപനെ പോലെ നല്ല പവറുള്ള ആളായിരുന്നു രാജേന്ദ്രൻ. ആ ഒരാൾ പോയി കഴിയുമ്പോൾ അദ്ദേഹം നിയന്ത്രിക്കുന്ന മേഖലയിൽ കംപ്ലീറ്റ് പിടിയിലുണ്ടാവും. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ മാക്സിമം കിട്ടിയിരിക്കുന്നത് 10,000-ത്തിനടുത്ത വോട്ടാണ്. 9,900+ കിട്ടിയിട്ടുണ്ട് 2016. അടുത്ത തവണ കുറഞ്ഞുപോയി. അതിന് മുമ്പും കുറവ് തന്നെയായിരുന്നു. BJPക്ക് ഒരു 3,000 തൊട്ട് 5,000 വരെ വോട്ട് തന്നെ എടുത്ത് 2016 ഇലക്ഷനിൽ അതെല്ലാം കടന്ന് മുന്നോട്ട് പോയി. കാരണം ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കുറേയധികം BJP വന്നു എന്നുള്ളതാണ് എൻ്റെ മീനിങ്. ADMK അവിടെയുണ്ട്. കാരണം ഈ ഇടുക്കി മലയോര മേഖലയിൽ തമിഴ് സമൂഹം കൂടുതലാണ്. രാജേന്ദ്രൻ തന്നെ തമിഴ് സമൂഹത്തിൽപ്പെട്ട ആളാണ്. അപ്പം അവിടെ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, ജയലളിതയുടെ പാർട്ടി DMK-ക്കാരും ഉണ്ടാവും. ADMK തന്നെ സ്വന്തം നിലയ്ക്ക് 11,000 വോട്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം അതും 2016. 2016 വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇന്ന് NDA ആയിട്ട് തമിഴ്നാട്ടിൽ ഇരിക്കുന്ന BJP ADMK സ്വന്തം നിലയ്ക്ക് പിടിക്കാൻ സാധ്യത 20,000 വോട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ അവിടെയുണ്ട്. ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം പൊതുവിൽ ടോട്ടൽ വോട്ടിംഗ് കുറവാണ്. 1,10,000 വോട്ടിന് മുകളിൽ അവിടെ പോൾ ചെയ്യപ്പെടുന്നില്ല. അത്തരം മണ്ഡലങ്ങൾ ആണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വിജയിക്കാൻ എളുപ്പം. കാരണം എന്താ? അവിടെ അത്രയും കുറച്ച് ആൾക്കാർക്കിടെ പ്രവർത്തിച്ചാൽ മതി, അത്രയും കുറച്ച് വർക്ക് നടത്തിയാൽ മതി. ഒരുപക്ഷെ ജനസംഖ്യയും കുറവായിരിക്കും. അങ്ങനെയുള്ളടത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്നാൽ ഒരു പാർട്ടി 35,000 തൊട്ട് 40,000 വോട്ട് വരെ നേടുന്നൊരു പാർട്ടിക്ക് വിജയിക്കാൻ പറ്റും. ഇവിടെയാണ് രാജേന്ദ്രൻ ഭീഷണിയായിട്ട് മാറുന്നത്. കാരണം BJP അല്ലെങ്കിൽ NDAക്ക് സ്വന്തം നിലയ്ക്ക് ADM കൂടെ ചേർന്നിട്ട് 20,000 വോട്ട് വരെ പിടിക്കാൻ പറ്റുമെങ്കിൽ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം ഉപയോഗിച്ച് ഒരു 20,000 കൂടെ ചേർക്കാൻ പറ്റിയാൽ അവിടെ BJPക്ക് വിജയം കിട്ടാൻ പോവാണ്. ഓർക്കണം, ഇടുക്കി മലയോര മേഖല BJP പച്ചവടാത്ത സ്ഥലമാണ്. അവർക്ക് അല്പമെങ്കിലും പവറുള്ളത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മണ്ഡലത്തിലാണ്. ദേവികളൊന്നും വലിയ പവറല്ല. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം 10,000 കടക്കാൻ എന്നവരെ BJP പറ്റിയിട്ടില്ല. ആ സ്ഥലത്ത് BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ ഇടുക്കി മലയോര മേഖലയിൽ അതൊരു പുതിയ ചരിത്രമാവും. എം മണിയുടെ എല്ലാ അധികാരങ്ങളും ഒറ്റയടിക്ക് തകരും. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനം തകരുകയാണ്, ഇല്ലാണ്ടാവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശക്തി കേന്ദ്രത്തിൽ BJP വിജയിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ആര് വകവയ്ക്കാനാ? ഇങ്ങനെ ചോദ്യം ഇവിടില്ലേ? മാത്രമല്ല തകർന്നു എന്ന് പറഞ്ഞാൽ CPM അവിടെ തകർന്നു തന്നെ അർത്ഥം. അതിനും BJPയെ സംബന്ധിച്ച് അല്ല NDAയെ സംബന്ധിച്ച് വേറെ പല മാനങ്ങളുമുണ്ട്. സാമാന്യഗതിയിൽ ഈ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു പോപ്പുലേഷൻ കുടിയേറ്റ ക്രിസ്ത്യാനികളാണ്. അവർ റോമൻ കത്തോലിക്കർ അങ്ങനെ എല്ലാവരും ഉണ്ടാവും. രണ്ടാമത് ഈഴവ സമൂഹമാണ്. ഹിന്ദുക്കളിൽ പൊതുവിൽ മറ്റു സ്ഥലത്ത് BJPക്ക് പവർ നായർ സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇവിടെ ജനങ്ങൾ കൂടുതൽ തന്നെ ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതൽ ഈഴവ സമൂഹമാണ്. ആ ഈഴവ സമൂഹമാണ് പവർഫുള്ളായിട്ട് CPMനൂടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പിന്നെയുള്ള തമിഴ് സമൂഹമുണ്ട്. അവരും നല്ല രീതിയിൽ CPMനൂടെ നിൽക്കുന്നുണ്ട്. തോട്ടം തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ളവരൊക്കെ. ഇത്തരം ആൾക്കാരൊക്കെ എങ്ങോട്ട് പോകും ഒരു ചോദ്യമുണ്ട്. BJPക്ക് അവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് PC ജോർജ് വന്നു, ഷോൺ ജോർജ് ഉണ്ട്, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് മലയോര ക്രിസ്ത്യാനികളെക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ.
സാമാന്യഗതിയിലാണെങ്കിൽ. പക്ഷേ എസ് രാജേന്ദ്രൻ വന്നുപോയിട്ട് അങ്ങനെയല്ല. എസ് രാജേന്ദ്രൻ വന്നുപോയിട്ട് അവിടുത്തെ ഇടതണികൾ, ഇടതുപക്ഷ അണികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അവിടുത്തെ ഈഴവ സമൂഹവും തമിഴ് സമൂഹമാണ്, ഇവർക്കിടയിലേക്ക് ഡയറക്റ്റ് റോഡ് കിട്ടുകയാണ്. അപ്പം ഒരു വശത്ത് കേരള കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ജനപക്ഷം അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ ഒപ്പം നിന്നവരുടെ വോട്ട് കിട്ടുന്നത് കൂടാതെ മറുവശത്ത് ഈ പറഞ്ഞ തമിഴ് സമൂഹത്തിൻ്റെയും ഈഴവ സമൂഹത്തിൻ്റെയും വോട്ട് സമാഹരിക്കാനൊരു ചാൻസ് ആയിട്ട് വരുവാണ്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇടുക്കി മലയോര മേഖലയിൽ ബി ജെ പിക്ക് ഒരു മികച്ച ഹിന്ദു ലീഡർ ഉണ്ടാകില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു റോമൻ കത്തോലിക്ക സമൂഹത്തിലെ ലീഡറെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നേനെ. അതായിരുന്നു രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ സി പി എമ്മിൽ നിന്നൊരു ഹിന്ദു ലീഡർ വരിക, അത് ബി ജെ പിയെ സംബന്ധിച്ചൊരു പ്ലസ് പോയിൻറ്റാണ്. കാരണം അടിസ്ഥാന ജനസമൂഹങ്ങൾ, ഹിന്ദു സമൂഹത്തിൽപ്പെട്ട അടിസ്ഥാന ജനതയുടെ ഇടയ്ക്ക് വേരോട്ടം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇടുക്കി മലയോര മേഖല ഉണ്ടായിരുന്നത്. അതായി. മാത്രമല്ല തമിഴ് സമൂഹം അത്യാവശ്യം, അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിന് സ്വീകരണം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ വേദി ഇരുത്തിക്കൊണ്ട് ഒരു 1.5 മണിക്കൂർ തമിഴിൽ തന്നെയാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത്. എന്ന് വെച്ചാൽ അവിടുത്തെ തമിഴ് സമൂഹത്തെ ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവരുടെ മുഴുവൻ വോട്ടും മേടിക്കാൻ അയാൾക്ക് വരും. ഇത് കൂടാതെ അദ്ദേഹം അവിടെ ഒരു സഹകരണ ബാങ്ക് പോലെ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അത് വോട്ട് പിടിക്കാൻ വേറൊരു മികച്ച ഉപാധിയാണ്. താഴത്തിട്ട് അണികൾ ഒത്തിരി പേര് രാജേന്ദ്രനായിട്ട് നല്ല ബന്ധമുള്ളവരുണ്ട്. അവരൊരു വലിയ വിഭാഗം ആൾക്കാർ ബി ജെ പിയിലേക്ക് വരും, അല്ലെങ്കിൽ രാജേന്ദ്രന് വേണ്ടി ഇത്തവണ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് താമരയിൽ വോട്ട് ചെയ്യും എന്നൊരു സിറ്റുവേഷനാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ അടിയൊഴുക്ക് എം എം മണിക്ക് മനസ്സിലാവുന്നുണ്ട്. എം എം മണിക്ക് ക്ലിയറായിട്ട് രാഷ്ട്രീയം മനസ്സിലായി, അദ്ദേഹത്തിന് അടിയൊഴുക്ക് അറിയാം, എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഭീഷണികളുമായിട്ട് മുന്നിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എം എം മണിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ചില വാക്കുകൾ വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇടുക്കി മലയോര മേഖലയിൽ ബി ജെ പി ഒരു സീറ്റ് ഉറപ്പാക്കിയിരിക്കുന്നു എന്നാണ്.